നമസ്കാരം, കേരള ടെക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. ഇൻഡെക്സിൻ്റെ ഒരു വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇപ്പോൾ കിട്ടാവുന്ന വെച്ചാൽ നല്ലൊരു പ്രൈസ് റേഞ്ച്, നല്ല ഒരു ബാസും ട്രിബിളും ഒക്കെ തരുന്നൊരു സ്പീക്കറാണ്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു അൺബോക്സിങ് മാത്രമാണ്. ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു അത്യാവശ്യം ചീപ്പും എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പാക്കിംഗ് ആണ് നമുക്ക് ഇതിൽ കാണുന്നത്. നമുക്ക് ജസ്റ്റ് സീലൊക്കെ പൊട്ടിച്ച് ഇത് തുറക്കുമ്പോൾ കാണുന്നത് ആദ്യം തന്നെ ഒരു യൂസർ മാനുവലാണ്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കൂടുതൽ ഇങ്ങനെ സാധനം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഉണ്ട്. യൂസർ മാനുവൽ പ്രത്യേകിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലൊന്നുമുള്ള സാധനങ്ങളൊന്നുമില്ല. സാധാരണ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കണക്ടിവിറ്റി എല്ലാം സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പോലെ തന്നെയാണ്. രണ്ടാമത് ഇനിയും എടുക്കാനുള്ളത് നമ്മുടെ സ്പീക്കറാണ്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. ഒരു പവർ അഡാപ്റ്ററാണ് പിന്നുള്ളത്. ജസ്റ്റ് നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ പുറത്തോട്ടെടുക്കാം. ഓക്കെ, എടുത്തു കഴിയുമ്പോൾ നല്ല ഒരു ഡിസൈനും ബിൽഡും ഉള്ള ഒരു പാക്കേജ് നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെയുള്ളൊരു ഡാറ്റ കേബിളാണ്. ഡാറ്റ കേബിൾ മീൻസ് ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു കേബിളും പിന്നെ ഒരു ഓഡിയോ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കേബിളുമാണ്. പിന്നെ ജസ്റ്റ് നമുക്ക് സ്പീക്കർ ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 വാട്ട്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ ഈ വീഡിയോ അവസാനം പറയാം. ഇത് ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഓൺലൈനിലും ഓഫ്ലൈനിലും കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കേബിളൊക്കെ കേബിൾ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഉള്ള, വലിയ പ്രശ്നമൊന്നുമില്ല. സാധാരണ ഒരു കേബിൾ പോലെ തന്നെയാണ്. പിന്നെ ഒരു ഓഡിയോ ഇൻ ആൻഡ് ഔട്ട്പുട്ട് കേബിൾ വരുന്നുണ്ട്. അതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ജസ്റ്റ് ചീപ്പായിട്ട് തോന്നും. പക്ഷേ ചീപ്പായിട്ടാണ് തോന്നുന്നത്. വലിയ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വരുന്ന ഒരു രീതിയിലൊന്നും അല്ല ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത്. വെറും ഒരു ചെറിയൊരു കൂടുതലൊക്കെയാണായിട്ടാണ് വരുന്നത്. അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ആദ്യം തന്നെ തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ആൻഡ് സ്റ്റൈല് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കോമ്പാക്റ്റ് ആണ്, കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നൊരു സ്പീക്കറാണ്. ബോട്ടം സൈഡിലായിട്ടൊരു റബ്ബർ ഗ്രിപ്പ്, ഒരു റബ്ബർ പാഡ് കൊടുത്തിട്ടുണ്ട് താഴെ വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ മേളിലാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. ഒരു പവർ സ്വിച്ചും പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചും പിന്നെ ഒരു കോൾ റിസീവറും പിന്നെ ഒരു ഓഡിയോ പോസ് ചെയ്യാനുള്ളൊരു ബട്ടൺ. ഇത് മാത്രമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ റിമോട്ടൊന്നുമില്ല, അങ്ങനെ വരാറില്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഡെക്സിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഞാനിപ്പോൾ പറയുന്നില്ല. റിവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ പറയാം. ഇതിൻ്റെ എനിക്ക് ഫസ്റ്റ് കണ്ട രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബിൽഡ് എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, ഭയങ്കരമായിട്ട് ഒരു ലൗഡി ആയിട്ടാണ് കേൾക്കുന്നത്. അത് ഞാൻ അടുത്ത റിവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.